തല്ലുകൊണ്ടതിന് സോറി. ഓ മാലക്കാണോ? അല്ലാട്ട് എന്താ വെള്ളരിക്കപ്പെട്ടനാണോ? ഒരാള് വെറുതെ ഇട്ടിടിക്ക. ഞാൻ പേടിച്ചു. ഇനി എന്നെ തല്ലരുത്. ചെറുതായി പോയിട്ടോ. ജയ് ബജ്രംബലി. ജയ് ബജ്രംബലി. നമ്മളിങ്ങനെ കാശ് ചേട്ടാ. ഒരു സ്ട്രോങ് ടീ. ഏമണ്ടി സൗഖ്യമാ? ജയ ജയ കൃഷ്ണ ഗോവിന്ദ, ജയ ജയ രാമ ഗോവിന്ദ, ജയ ജയ ജയ. ശാന്തി ശാന്തി. വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ നീ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലടാ. അതാണ് കാര്യം. അതേടാ. വിടരുത്. ഒരു കുടകരൻ തല്ലിയിട്ട് നോക്കി നിൽക്കുന്നു. തല്ലിക്കൊല്ലടാ ആ ചെറ്റേ. പോരുത്. ഞാനും ഈ കൊടകില് വളർന്നവനാ. ഏതൊരു പെണ്ണിന്റെ വാക്ക് കേട്ട് കൂലിക്ക് തല്ലാൻ വന്ന് ഇവനെ തല്ലിയത് തെറ്റാണോ? തെറ്റാണെങ്കിൽ എന്നെ തല്ലാം, കൊല്ലാം. അവര് പുറപ്പെട്ടു. വഴിയെ വെച്ച് വീണ്ടും വിളിച്ചിരുന്നു. ഏതാനും മണിക്കൂറിനകം അവരിവിടെ എത്തും. വിളിച്ചു ചോദിച്ചപ്പോ ഒന്നും ഒളിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ എത്ര കണ്ട് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും? ഇല്ല, ഞാൻ പോവില്ല. ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല. വാസനകൾ എന്നെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? വരുന്നത് മറ്റാരുമല്ലല്ലോ, സ്വന്തം അമ്മയല്ലേ. എല്ലാം തുറന്നു പറയുന്നതല്ലേ ഒരു ആശ്വാസം. എനിക്കറിയാം, വിധി ഓർത്ത് കരയാൻ എന്റെ അമ്മയ്ക്ക് കഴിയുള്ളൂ. എന്നെ രക്ഷിക്കാനോ സഹായിക്കാനോ അമ്മയ്ക്ക് പറ്റില്ല. മോളെ, ഇത് എത്രയാന്ന് കരുതിയാ ഒളിക്കുക? ആർക്കും ഞാൻ പറയണ മനസ്സിലാവില്ല. ഇല്ല, ഞാൻ പോവില്ല. സത്യമായിട്ട് ഞാൻ പോവില്ല. അവസാനമായിട്ട് ചോദിക്കുക, വാസനകൾ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? മോളെ,
അതിപ്പോ അവര് പുറപ്പെട്ട സ്ഥിതിക്ക് വേണ്ട. അച്ഛന്റെ ആത്മാവ് ഉറങ്ങുന്ന മണ്ണില ഞാൻ അഭയം തേടി വന്നത്. ഈ പൂജ ജീവിച്ചിരുന്നാലല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. ഇല്ല, ആർക്കും എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ആർക്കും. മോളെ സൂപ്പർ. ഓ, ആ പണ്ടാറക്കാലൻ എന്റെ വായിലെ തൊലി മുഴുവൻ കളഞ്ഞു. തിരുമീതുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല. ആ പണ്ടാറക്കാലിയുടെ ഗുണ്ടായുസം കളിക്ക് ദൈവം ശിക്ഷ നൽകണം. എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക? അയ്യോ. സംസാരിക്കാറാവാത്ത നന്നായി. എന്റെ തിരുപ്പതി ഭഗവാനെ, അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ദേ ഞാൻ ഈ ഇളം മുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. നിനക്കും കിട്ടിയാ? ഇതാ കിട്ടില്ലല്ലോ, ഇത് വേറെ കിട്ടില്ല. അയ്യോ, ചൂടുവെള്ളം. അതിരുന്നപ്പോ മനസ്സിലായില്ലേ? അറിഞ്ഞോ? ആ പൂജാരി മൂജ തെറ്റിക്കരുതേ. ആ മൂദേവി പൂജ ബോധമില്ലാതെ ആശുപത്രി കിടക്കാം. നേരോ? ആ, നേരിട്ട് ചെന്ന് കണ്ടിട്ട് എന്നെ വരണേ. കൺഫേംഡ്. എന്റെ മുട്ടപ്രിയനായ തിരുപ്പതി ഏഴുമല വെങ്കടേശ, ഈ ഇളം മുട്ട നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? നാവുകൊണ്ട് നേർന്നുള്ള അപ്പ തന്നെ ബലം കിട്ടി. ഇതെന്റെ ഗോഡീസ് ഓംപ്ലേറ്റാ, ദൈവത്തിന്റെ മുട്ട. ഓ, എന്തായാലും നമുക്കിത് ആഘോഷിക്കാം. പൂജമോളെ, മോളെ, ആരേത്? എന്തിനാ ഇവരൊക്കെ ഇവിടെ വന്നത്? ഓരോ ശല്യങ്ങൾ കയറി വന്നോളും. നാശം. എന്താ ഇവർക്കൊക്കെ വേണ്ടത്? സ്വസ്ഥായിട്ടൊന്നും ഉറങ്ങാനും വിടില്ല. മോൾ ഉറങ്ങിക്കോ, ആരും ശല്യപ്പെടുത്തില്ല. സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഒരു ഡോസ് കൂടെ കൊടുക്കും. ശരി ഡോക്ടർ. അവൾ അല്പസമയം കൂടെ ഉറങ്ങട്ടെ. വരൂ. വിളവെടുപ്പിന്റെ കാല കൊടകന്റെ സമൃദ്ധി ഒക്കെ നഷ്ടമായെങ്കിലും സമൃദ്ധിയുടെ പഴയ കാലം ഓർക്കുമ്പോ മനസ്സിൽ നിറയുന്നൊരു മുഖമുണ്ട്. അറിയോ, മരിച്ചിട്ടും ഇപ്പോഴും ഈ നെഞ്ചിൻ കൂടിൽ ജീവിക്കുക എന്റെ ചങ്ങാതി. ആ ചങ്ങാതിര മോൾക്ക് ഈ കൊടകന്റെ മണ്ണിൽ ഒന്നും സംഭവിക്കില്ല. അതെ, ഒക്കെ വന്നു പെട്ടു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ആരെ അറിയിക്കാതെ എന്തിനു വേണ്ടി എന്റെ മോൾ ഇതെല്ലാം സഹിച്ചത് അതോർക്കുമ്പോഴാ. അരുതാത്തതൊന്നും ചെയ്തില്ലല്ലോ എന്ന് സമാധാനിച്ചാ മതി. ബോധമില്ലാതെ കിടപ്പ് കാണുമ്പോ പേടിയാവുക. ഒരു ന്യൂറോട്ടിക് മറവി, അത്രേ ഉള്ളൂ. സ്വസ്ഥതയാണ് അവർക്ക് ഇപ്പൊ ആവശ്യം. ഈ വിവരം നാട്ടിൽ പോലും ആരും പറയണ്ട. തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ. എവിടെ? ഹായ്, തിരുപ്പതി മുട്ട ഗോവിന്ദ. ഈ കുട്ടിക്ക് വേണ്ടി നേർന്ന നേർച്ച മുട്ട ഏത്? ഒന്ന് നേരി കാണിക്കാൻ കൊണ്ടുവന്നതാ. മോളി കിടപ്പ് കണ്ട എന്തൊരു പാവ ബില്ലാന്തി. അമ്മ അമ്മുമ്മ, അശായി അമ്മ അമ്മുമ്മ അല്ലേ? നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഇവളെ വെറുതെ നടന്ന എന്നെ കാശ് കൊടുത്ത് തല്ലിച്ചവളാ. എല്ലാം ഡോക്ടർ പറഞ്ഞു. പാവ എന്റെ മോൾ. പാവാണെങ്കിൽ മോളെ വല്ല മറത്തി കൊണ്ട് ചേർക്ക്. ആദ്യം സിസ്റ്ററോ പിന്നീട് മദർ ആയിക്കോളൂ. അല്ല, അവിടെ ഫാദേഴ്സ് എല്ലാം ഉണ്ടല്ലോ. സംസാരിച്ച സമയങ്ങളെ എന്റെ വാച്ചില്ല. ഞാനിന്നെ അറച്ചമുട്ടൊന്ന് ഒഴിഞ്ഞെടുത്തോട്ടെ. ചൂർപ്പണകെ മണ്ടോതിരി
മന്ദാകിനി സോറി, ഞാൻ നിങ്ങളെ വിളിച്ചല്ലോ, മോളെ വിളിച്ചതാ. ദേഷ്യം കൊണ്ടാ. ഞാനൊരു നേർച്ചമുട്ട നേർന്നപ്പോഴേക്കും ദൈവം നിന്നെ വീഴ്ത്തി. ഇനി നീ ഇവിടുന്ന് എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. ഇതുപോലെ കിടക്കും. അവിടെ നിന്ന് എഴുന്നേക്കുമ്പോ ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. അവിടെ നിന്ന് സുഖമായിട്ട് അടിക്കുമ്പോ ഞാൻ ഇവന്റെ വേണ്ട, ഇത് എന്റെ അച്ഛന്റെ അമ്മ തട്ടിപ്പോവാൻ വേണ്ടി എന്റെ അമ്മ ഉടുമ്പിൽപേട്ടയ്ക്ക് നേർന്നേക്കണതാ. ആ മുട്ട പൊട്ടിപ്പൊട്ടറ. എല്ലാം കഴിഞ്ഞ് അവസാനം എന്റെ ഒരു മൊട്ടടിയുണ്ടീ ബുൾസൈ പോലെ. അതോടുകൂടി നീ പൊട്ടാറടങ്ങി അമ്മേ വല്ലതുണ്ടായിരുന്നേ എന്ന് പറഞ്ഞ് കിടക്കൂടി വെള്ളപ്പിശാശേ. ദേ കണ്ണു തുറക്കണ കണ്ട, ബന്ധു കഴിഞ്ഞിട്ട് ചില കടകള് തുറക്കണ മാതിരിയാ. എന്താടി നോക്കണേ? നേർച്ച മൊട്ട കണ്ടോ? കണ്ണുമിഴിച്ചു കണ്ടോ? ചേട്ടാ, കണ്ടാ ബോധം വീണില്ല, അപ്പോഴേക്കും ചെറ്റാന്ന് വിളിച്ചു. ആ എന്താ ചേട്ടാ ഇത്? ചേട്ടനാ? ആര്? നല്ല ആളാ. കിടന്നോളൂ, ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. ആ ഡോക്ടർ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതെന്റെ ഭർത്താവാ. ഭർത്താവാ? ഇതെന്റെ മക്കളാ. ഈ കൊരങ്ങനില്ല കേട്ടോ. എന്റെ മോള് എന്റെ മോള്. ഓ, എന്റെ പൊന്നുമോള് പേടിച്ചു പോയോ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ. കണ്ട അപ്പോഴേക്കും മുട്ട കണ്ടില്ലേ ഡോക്ടർ? ഇതാ സ്വഭാവം. എനിക്കൊന്ന് തല ഇറങ്ങിയാ മതി, അപ്പോഴേക്കും നേരും. പക്ഷെ സ്നേഹം കൊണ്ടാ. ആർക്ക്? ബോധം പോണതിന് മുമ്പ് ചേട്ടനെ കൊണ്ട് ലോകനാർക്കാവിൽ ശയനപ്രദർശനം നടത്താൻ നേർന്നിട്ടുണ്ട്. ശയന പ്രദക്ഷിണ എന്നെ കിട്ടുന്നില്ല, നിന്റെ അച്ഛനെ കൊണ്ടേക്ക്. എന്താ ഏട്ടാ ഇത്? പിള്ളേരുടെ മുമ്പിലെ ചണങ്ങിനൊക്കെ പറയണേ. അച്ഛനെ കൊണ്ടല്ലേ കുട്ടികളും പഠിക്കുക. അച്ഛനാ? അമ്മ തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ വല്ല ക്ലിന്റൺ മൊണീക്കിയ. മനുഷ്യനോട് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ അവന്റെ ഒരു ഞൗണിക്കാം. പൂജമോളെ എന്താ ഇതൊക്കെ? ആരാ ഇവരൊക്കെ? എന്തിനാ ഇവര് വീണ്ടും വന്നേ? മറ്റാരുമല്ല, എന്റെ ബന്ധുക്കളാ. മുട്ട നേർച്ച ഉൾട്ടയടിച്ചെന്ന് തോന്നണേ. ഡോക്ടർ എന്താ ഇതൊക്കെ? ഒക്കെ പറഞ്ഞുതരാം, വരൂ. വേണ്ട വേണ്ട, ഞാൻ പോവാ. ഇനി ഇവിടുന്ന പ്രശ്നം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, പ്ലീസ് കം. വേഗം കമ്മാൻ ചെല്ല്. എന്റെ കുട്ടികൾ ധൃതിയില് വന്നോണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. തേങ്ങ, ആഹാ എന്ത് ചർച്ച, തലയും തേങ്ങ ഒരു പോലെ. സത്യം കേട്ടോളൂ ഡോക്ടർ, മുഖം നോക്കി ചീത്ത വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഭർത്താവെന്നോ അച്ഛനെന്നോ വിളിക്കാനുള്ള ഒരു തെറ്റും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ചെയ്തിട്ടില്ല. ഡോക്ടറെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. ആ കുട്ടിയുടെ അസുഖം എന്താണെന്നറിയാവോ തനിക്ക്? വട്ട്. വാട്ട്? വാട്ടല്ല, വട്ട്. വായിക്ക് തീർക്കില്ല. മിസ്റ്റർ സിദ്ധാർത്ഥൻ, റീസെന്റ് മെമ്മറിയിൽ എവിടെയോ പതിഞ്ഞ രൂപം ഇപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. നിങ്ങളിലൂടെ എനിക്ക് ആ കുട്ടിയുടെ മനസ്സിലെത്താനൊക്കൂ. എന്ന് വെച്ചാ? അവൾ പറയുന്നത് എന്തും തൽക്കാലം അംഗീകരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഡോക്ടർ? ഒരിക്കലും തിരിച്ചറിവ് കിട്ടാതെ ആ കുട്ടിയുടെ മനോനില വഷളാകും. ചിലപ്പോൾ ഭ്രാന്തിന്റെ ചേഷ്ടകൾ പോലും കാണിച്ചേക്കാം. അപ്പൊ എന്റെ സഹായം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ ഡോക്ടർ? യെസ്. ഓ, അപ്പൊ എന്റെ നേരത്തെ ശരിക്കും വലിച്ചു. ഇനി ഇതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് എനിക്ക് വീണ്ടും ആഘോഷിക്കണം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, ഒരല്പം മനുഷ്യത്വം. ഇല്ല ഡോക്ടർ, എന്റെ മനുഷ്യത്വം ഹൃദയസ്തംഭനം കൊണ്ട് നേരത്തെ മരിച്ചു. അവൾക്ക് മുഴുവട്ടായി കഴുത്തിലും കാതിലും ചെമ്പരത്തിപ്പൂവും വെച്ച് ഇംഗ്ലീഷിൽ തെറിയും തുപ്പി അവൾ ഈ കൊടക് തെരുവിലൂടെ ദാ ഇങ്ങനെ തുള്ളി നടക്കുന്നത് എനിക്ക് കാണണം. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. കൊള്ളാം, ഗംഭീരൻ പെർഫോമൻസ്. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ? Yes. ഈ കുടകിൽ വെച്ച് മാനസികമായും ശാരീരികമായും എന്ത് സംഭവിച്ചാലും അതിന് ഏക ഉത്തരവാദി താനാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ രേഖാമൂലം അവൾ എഴുതി ഏൽപ്പിച്ച പെറ്റീഷൻ. സാർ, അതിന് ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? സത്യമായിട്ട് ഇതിന് മാത്രം ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, രാവണനെ കൊന്ന രാമനാണോ? അതെ. കംസനെ കൊന്നത് കൃഷ്ണനാണോ? അതെ. ഭഗനെ കൊന്നത് ഭീമനാണോ? അതെ. എങ്കിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചതും താനാണ്. അതെ. ആണല്ലേ? അയ്യോ, അത് ഞാനല്ല. അപ്പൊ പിന്നെ ബാക്കിയല്ല താനാണോ? അയ്യോ, അതും ഞാനല്ല. പഴയ കേസ് എന്റെ തല കെട്ടി വെക്കാൻ നോക്കല്ലേ സാറേ. സൈലൻസ്. തിരിച്ചറിവ് കിട്ടി എന്നവൾ രേഖാമൂലം താൻ ശത്രുവല്ല എന്ന് എഴുതി തരുന്നുവോ അന്നേ നിയമത്തിന്റെ ശിക്ഷയിൽ നിന്നും തനിക്ക് രക്ഷയുള്ളൂ. തിരിച്ചറിവ് കിട്ടിയാലും അവളെന്നെ ഒറ്റ കൊടുക്കും. അത് തന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഈ നിമിഷം മുതൽ ഡോക്ടർ പറയുന്ന എന്തും നീ അനുസരിച്ചിരിക്കണം, അവൾ പറയുന്ന എന്തും നീ അംഗീകരിച്ചിരിക്കണം. സാർ, ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണോ? നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ ഇത് എത്രയോ നിസ്സാരം. ഡോക്ടറോടൊപ്പം പോകൂ. സാർ, ഞാൻ പോകാൻ. വരൂ. Hmm. ഇത് ഡോക്ടറോ അത് ആരാച്ചാരോ? Hmm.